എല്ലാവർക്കും മാസ്റ്റർ മൈൻഡിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. ബേസിക്കലി എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്? എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്? നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഒരു കടയിലോട്ട് നമ്മളെല്ലാവരും കടയിലോട്ട് സാധനം മേടിക്കാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കടക്കാരൻ ആ ഷോപ്പ് കീപ്പർ വളരെ കൃത്യമായിട്ട് നമ്മൾ കാശ് കൊടുക്കുന്നു, ഒരു തുക അങ്ങോട്ട് കൊടുക്കുന്നു, ഷോപ്പ് കീപ്പർ നമുക്ക് സാധനം ഇങ്ങോട്ട് തരുന്നു. ഇപ്പം ഷോപ്പ് കീപ്പർ എന്തായാലും ഒരു ലാഭമോ ഇല്ലാതെ നമുക്ക് സംഭവം തരത്തില്ല. സ്വാഭാവികമായിട്ടും ഈ ഷോപ്പ് കീപ്പർ കുറേ നാളിരിക്കുന്നൊരു സംഭവം, ഈ സംഭവം പുള്ളിക്കത് വിറ്റൊഴിവാക്കിയാലേ പറ്റത്തുള്ളൂ എന്നുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്താ ചെയ്യുക? ഇതെങ്ങനെയെങ്കിലും കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കും. അപ്പോൾ അവിടെ നഷ്ടം വരും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഷോപ്പ് കീപ്പർ ഒരു 100 രൂപയ്ക്ക് ഒരു സാധനം എടുക്കുന്നു. നമ്മൾ ആ 100 രൂപയ്ക്ക് എടുക്കുന്ന സാധനം നമ്മൾ ആ ഷോപ്പ് കീപ്പർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും എന്താണ് ഒരു ബിസിനസ് നടത്തുന്നത്. അല്ല, നമ്മളല്ല ബിസിനസ് നടത്തുന്നത് അല്ലേ? ഷോപ്പ് കീപ്പർ അല്ലേ ബിസിനസ് നടത്തുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഷോപ്പ് കീപ്പർ ഒരു പ്രൊഡക്റ്റ് ഒരു 100 രൂപയുടെ ഒരു ഐറ്റം ആയിക്കോട്ടെ. ഓക്കെ, നമുക്ക് 100 രൂപയുടെ അല്ല, MRP 100 വരുന്ന മറ്റേ ട്രോപ്പിക്കാനോടെ ജ്യൂസ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് എടുക്കാം. ഷോപ്പ് കീപ്പർ അത് വിൽക്കുന്നത് 100 രൂപയ്ക്ക് ആയിക്കോട്ടെ. ഓക്കെ, ഷോപ്പ് കീപ്പർ ഇത് ഒരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ നിന്നല്ലേ മേടിക്കുന്നത്. ഷോപ്പ് കീപ്പർക്ക് കൊടുക്കുന്നത് 90 രൂപയ്ക്ക്. ഓക്കെ, എന്തായിരുന്നു? ഷോപ്പ് കീപ്പർ ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് 90 രൂപയ്ക്ക്, ഷോപ്പ് കീപ്പർ വിൽക്കുന്നത് 100 രൂപയ്ക്ക്. ഞാൻ നിങ്ങൾക്ക് ഒരു ഈസി ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഏതൊരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസിലും നമ്മൾ ഇപ്പം ഷോപ്പ് കീപ്പർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡർ, ഇത് ആ ക്വസ്റ്റ്യൻ എഴുതുന്ന ഓരോ വ്യക്തികൾ സ്വന്തമായിട്ട് അങ്ങ് വിചാരിച്ചോളാം, ഞാനാണ് ഷോപ്പ് കീപ്പർ. അപ്പം ഷോപ്പ് കീപ്പർ ബൈസ് an article for ₹90 and sells at ₹100. ആ ഷോപ്പ് കീപ്പർ, ട്രേഡർ, പേഴ്സൺ, ഇതെല്ലാം നമ്മൾ ആ ക്വസ്റ്റ്യൻ എഴുതുന്ന ആളായിട്ട് നമ്മൾ ഒറ്റയ്ക്കായിട്ടങ്ങ് നമ്മളങ്ങ് വിചാരിച്ചാൽ മതി. അപ്പം കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിരിക്കും. അപ്പം ഞാൻ സിമ്പിളായിട്ട് ഒരു കാര്യം പറയുകയാണ്. ഷോപ്പ് കീപ്പർ ബൈസ് ട്രോപ്പിക്കാനോ ജ്യൂസ് for ₹90. ആ 90 ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ആൻഡ് സെൽസ് ദ ട്രോപ്പിക്കാനോ ജ്യൂസ് for ₹100. സെൽസ് എത്രയ്ക്കാണ് വിൽക്കുന്നത്? 100. മനസ്സിലായോ? ശ്രദ്ധിക്കണം, കസ്റ്റമർ അല്ല ഇതിൻ്റെ അകത്ത് പ്രോഫിറ്റും ലോസും ആവുന്നത്. ആ മിഡിൽ നിൽക്കുന്ന ഷോപ്പ് കീപ്പറാണ് ഇതിൻ്റെ ഗെയിം മൊത്തം. അതായത് ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ നിന്ന് ആര് മേടിക്കുന്നു? ഷോപ്പ് കീപ്പർ മേടിക്കുന്നു. ഷോപ്പ് കീപ്പർ ആൾക്ക് വിൽക്കുന്നു? കസ്റ്റമറിനെ വിൽക്കുന്നു അല്ലേ? ശരി, സിമ്പിളാണ്, വലിയ കാര്യങ്ങളൊന്നുമില്ല. ഷോപ്പ് കീപ്പർ ബൈസ് ആൻ ആർട്ടിക്കിൾ ഫോർ ₹90 ആൻഡ് സെൽസ് ദ സെയിം അറ്റ് ₹100. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തായാലും ഷോപ്പ് കീപ്പർ 90 രൂപയ്ക്കല്ലേ വാങ്ങിച്ചേ, 100 രൂപയ്ക്കല്ലേ വിറ്റേ? ശരി, ആദ്യത്തത് എന്തായാലും ഈ ഒരു പർട്ടിക്കുലർ കേസിൽ പ്രോഫിറ്റ് ആണ് ഉണ്ടായത്. എന്താണ് പ്രോഫിറ്റ്? ഒരു മിനിറ്റ്, ആദ്യം അതിനു മുമ്പേ നമ്മൾ ഈ ഷോപ്പ് കീപ്പർ വാങ്ങി എന്ന് പറയുന്ന ഒരു വിലയുണ്ടല്ലോ, വാങ്ങിയ വില. ആ വാങ്ങിയ വിലയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? CP അഥവാ കോസ്റ്റ് പ്രൈസ് എന്ന് പറയും. എന്താ പറയുക? CP അഥവാ കോസ്റ്റ് പ്രൈസ്. ഈ ഷോപ്പ് കീപ്പർ വാങ്ങിയിട്ട് വിൽക്കുമല്ലോ, ആ വിറ്റ തുകയാണ് എന്തെന്ന് പറയുന്നത്? സെല്ലിംഗ് പ്രൈസ് അഥവാ SP എന്ന് പറയും. സെല്ലിംഗ് പ്രൈസ് അഥവാ SP. 90 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി 100 രൂപയ്ക്ക് വിറ്റു. എന്തായിരുന്നു? 90 രൂപയ്ക്ക് വാങ്ങി 100 രൂപയ്ക്ക് വിറ്റു. സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് ഉണ്ടായി അല്ലേ? ശരി, പ്രോഫിറ്റിൻ്റെ ഇക്വേഷനാണ് ഞാൻ എഴുതിയേക്കുന്നത്. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. എന്തായിരുന്നു? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. ഇനി സപ്പോസ് ഒരു കേസ് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യുക. ഈ ട്രോപ്പിക്കാനോ ജ്യൂസ് കുറേ നാളായിട്ട് അവിടെ ഇരിക്കുക. അപ്പം ഇത് എക്സ്പയറി ഡേറ്റ് ഒരു മാസത്തിനകം വെച്ചിട്ട് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ എന്ന് വിചാരിച്ചോ. സ്വാഭാവികമായിട്ട് പുള്ളി വിചാരിക്കും ഇത് കിട്ടുന്ന വിലയ്ക്കനുസരിച്ച് അങ്ങ് കൊടുക്കാം. അപ്പോൾ ഒരാൾ വന്നു ട്രോപ്പിക്കാനോ ജ്യൂസ് മേടിക്കാനായിട്ട് അല്ലേ? വന്നു, എന്താണ് പറഞ്ഞേക്കുന്നത്? എങ്കിൽ പിന്നെ 90 രൂപയ്ക്കല്ലേ മേടിച്ചത്, എങ്ങനെയെങ്കിലുമൊക്കെ വിറ്റ് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു 85 രൂപയ്ക്ക് പുള്ളി വിൽക്കാൻ ശ്രമിച്ചു. എത്ര രൂപയ്ക്കാണ്?
85, അതായത് ഒരു മാസം എക്സ്പയറി ഉണ്ട്. അപ്പോൾ പുള്ളി 85 രൂപയ്ക്ക് അങ്ങ് വിൽക്കാനായിട്ട് ശ്രമിച്ചു. ഞാനിപ്പോൾ ഈ പറയുന്ന സംഭവം ഡിസ്കൗണ്ടിനെ പറ്റി ഒന്നും ഞാൻ മിണ്ടിയിട്ടില്ല, ആ ടോപ്പിക്കിലോട്ടേ നമ്മൾ കയറിയിട്ടില്ല. അതൊക്കെ വേറെ, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സംഭവങ്ങളാണ് എന്തെന്ന് പറയുന്നത്, മാർക്കറ്റ് പ്രൈസും ഡിസ്കൗണ്ടും. അത് വേറെ ഇത് വേറെ. ഓക്കെ, അപ്പോൾ എന്താ പുള്ളി വിചാരിച്ച്, 90 രൂപയ്ക്ക് ഞാൻ മേടിച്ച സാധനം എന്തായാലും പെട്ടെന്ന് അങ്ങ് എനിക്ക് വിൽക്കണം. ഓക്കെ, എന്നാൽ അപ്പോൾ ഒരു കാര്യം ചെയ്യാം, 85 രൂപയ്ക്ക് അങ്ങ് വിൽക്കാം. ഓക്കെ, 85 രൂപയ്ക്ക് അങ്ങ് പുള്ളി 90 രൂപയ്ക്ക് മേടിച്ചു, നഷ്ടത്തിനാണ് വിൽക്കുന്നത്. എത്ര രൂപയ്ക്ക്? 85 രൂപയ്ക്ക് അങ്ങ് വിൽക്കുക. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ശരി. അവിടെ കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു? 90. സെല്ലിംഗ് പ്രൈസ് എത്രയായിരുന്നു? 85 അല്ലേ? സ്വാഭാവികമായിട്ടും വാങ്ങിയ വിലയേക്കാൾ ചെറുത്, വാങ്ങിയ വിലയേക്കാൾ കുറച്ചാണ് പുള്ളി സംഭവം വിറ്റേക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാകുന്ന എന്താണ്? ലോസ് ആണ് ഉണ്ടാകുന്നത് അല്ലേ? ലോസ് ഈസ് ഈക്വൽ ടു സി പി മൈനസ് എസ് പി. എന്തായിരുന്നു? ലോസ് ഈസ് ഈക്വൽ ടു സി പി മൈനസ് എസ് പി, ദാറ്റ് ഈസ് ഈക്വൽ ടു 90 മൈനസ് 85, 5 രൂപ. 5 രൂപ നഷ്ടം. മനസ്സിലാവുന്നുണ്ടോ? ആദ്യത്തെ കേസിൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? എസ് പി മൈനസ് സി പി, അതായത് 100 മൈനസ് 90 10. ഇവിടെ നഷ്ടം 5. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, നമ്മളിവിടെ പ്രോഫിറ്റിനെ പറ്റിയും കഥ പറഞ്ഞു, ലോസിനെ പറ്റിയും കഥ പറഞ്ഞു. അതെല്ലാം ഇവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്ന വളരെ പ്രായോഗികമായിട്ടുള്ളൊരു ചോദ്യം, അതായത് പ്രോഫിറ്റും ലോസും, ഈ പ്രോഫിറ്റും ഉണ്ട് ലോസും ഉണ്ട് അല്ലേ? പ്രോഫിറ്റും ലോസും എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത്? കോസ്റ്റ് പ്രൈസിനെയാണോ സെല്ലിംഗ് പ്രൈസിനെയാണോ? പലർക്കും പല സംശയങ്ങളുണ്ടാകുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചത്. അതായത് പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും നമ്മൾ അടിസ്ഥാനം എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? സെല്ലിംഗ് പ്രൈസ് അല്ല. നമ്മൾ വിചാരിക്കും സെല്ലിംഗ് പ്രൈസ് ആണോ, പക്ഷേ സെല്ലിംഗ് പ്രൈസ് അല്ല, കോസ്റ്റ് പ്രൈസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, 90 രൂപയ്ക്ക് ഒരു ഐറ്റം ഒരു കസ്റ്റമർ, ഒരു ഷോപ്പ് കീപ്പർ വാങ്ങിക്കുന്നു, 100 രൂപയ്ക്ക് വിൽക്കുന്നു. 90ൻ്റെ കൂടെ 10 കൂടെ കൂട്ടുമ്പോഴല്ലേ 100 വന്നേ അല്ലേ? ഇവിടെ കോസ്റ്റ് പ്രൈസിനേക്കാളും സെല്ലിംഗ് പ്രൈസ് കൂടിയത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? കോസ്റ്റ് പ്രൈസിനേക്കാളും സെല്ലിംഗ് പ്രൈസ് കൂടിയത് കൊണ്ട് സംഗതി പ്രോഫിറ്റാണ്. കോൺസെപ്റ്റ് കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ഇനി ഇവിടെ രണ്ടാമത്തെ കേസിൽ, അതായത് 90 രൂപയ്ക്ക് അയാൾ സാധനം മേടിച്ച് 85 രൂപയ്ക്ക് വിൽക്കുക. മനസ്സിലാവുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ഇവിടെ കോസ്റ്റ് പ്രൈസിനേക്കാളും 5 രൂപ കുറഞ്ഞു സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ അവിടെ എന്തുണ്ടായി? കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് എന്തുണ്ടായി? ലോസ്. അപ്പോൾ ഒരു കോൺസെപ്റ്റ് ആണ്, പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ബേസ് എന്താണ്? സെല്ലിംഗ് പ്രൈസ് അല്ല, എന്താണ്? കോസ്റ്റ് പ്രൈസ് ആണ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് പഠിച്ചു, ലോസ് പഠിച്ചു, തീരുമാനമായല്ലോ രണ്ടെണ്ണം. ഓക്കെ, അടുത്തത് പ്രോഫിറ്റ് പെർസെൻറ്റേജും ഉണ്ട്, ലോസ് പെർസെൻറ്റേജും ഉണ്ട്. എന്തൊക്കെയായിരുന്നു? പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അതിൻ്റെ ബേസ് എന്താണ്? കോസ്റ്റ് പ്രൈസ് ആണ്. എന്തായിരുന്നു? കോസ്റ്റ് പ്രൈസ് ആണ്. പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അതിൻ്റെ ബേസ് എന്താണ്? കോസ്റ്റ് പ്രൈസ് ആണ് അല്ലേ? എല്ലാവരും നോക്കിക്കേ, പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100, അതാണ് എന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. എന്തായിരുന്നു? പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100 ആണ് എന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പരിപാടി തന്നെ, ബേസ് എന്ത് തന്നെയാണ്? നോക്കിയേ, എല്ലാവരും നോക്കിക്കേ, ഇതിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ ബേസ് എന്താണ്? സി പി ആണ്. ലോസ് പെർസെൻറ്റേജിൻ്റെ ബേസ് എന്താണ്? സി പി ആണ് അല്ലേ? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100. മനസ്സിലാവുന്നുണ്ടോ? ശരി. ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ബൈ സി പി ഇൻറ്റു 100. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി നമ്മൾ പഴയ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്. ഓക്കെ, അന്നൊക്കെ നമ്മൾ പഠിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമുക്ക് സി പിയും തന്നിട്ടുണ്ട്, പ്രോഫിറ്റും തന്നിട്ടുണ്ട്. സി പിയും തന്നിട്ടുണ്ട്, പ്രോഫിറ്റും തന്നിട്ടുണ്ട്. വേറൊരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ സി പിയും തന്നിട്ടുണ്ട്,
ലോസും തന്നിട്ടുണ്ട്. എന്തായിരുന്നു? സി പിയും തന്നിട്ടുണ്ട്, ലോസും തന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് നോക്കിക്കേ, എല്ലാവരും സി പി നമുക്ക് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് 100 പ്ലസ് പി പെർസെൻറ്റേജ് ബൈ 100 ഇൻറ്റു സി പി. എന്തായിരുന്നു? 100 പ്ലസ് പി പെർസെൻറ്റേജ് ബൈ 100 ഇൻറ്റു സി പി. ഇനി ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് സി പിയും തന്നിട്ടുണ്ട്, ലോസ് പെർസെൻറ്റേജും തന്നിട്ടുണ്ട്. എന്തായിരുന്നു? സി പി നമുക്ക് തന്നിട്ടുണ്ട്, ലോസ് പെർസെൻറ്റേജും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ബൈ 100 ഇൻറ്റു സി പി. എന്തായിരുന്നു? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് തന്നേക്കുന്നുണ്ടെങ്കിൽ 100 പ്ലസ് പി പെർസെൻറ്റേജ് ബൈ 100 ഇൻറ്റു സി പി ആയിരുന്നു. എസ് പി ഈസ് ഈക്വൽ ടു 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ബൈ 100 ഇൻറ്റു സി പി. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഉറപ്പല്ലേ? ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ രണ്ട് ഇക്വേഷൻ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ബട്ട് ആക്ച്വലി റിയലിസ്റ്റിക് സിറ്റുവേഷനിൽ നമുക്ക് ഇത്രയും ഇക്വേഷൻ ഇവിടം വരെ നമ്മൾ എന്തായാലും പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഇതെന്തായാലും ലോസ് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷനും പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇക്വേഷൻ നമ്മൾ പഠിച്ചാലേ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. വളരെ എളുപ്പമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇത്. വലിയ പാടൊന്നുമില്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു ബേസ് കാര്യങ്ങൾ, പക്ഷേ നമ്മളിതിൻ്റെ ബേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ, ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എ ലോസ് ഓഫ് 10%, എ പ്രോഫിറ്റ് ഓഫ് 20%, എ ലോസ് ഓഫ് 7%. നമ്മളൊരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിതാ ഇങ്ങനത്തെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണും. അപ്പം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോ, എല്ലാവരും. വളരെ എളുപ്പമാണ് ഇത്, വലിയ കാര്യങ്ങളൊന്നുമില്ല. എ ലോസ് ഓഫ് 10% എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടു. ഒന്നും ചെയ്യണ്ട, ദാ ഇങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. എ ലോസ് ഓഫ് 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അതിൻ്റെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റും കൂടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, അതായത് പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും നമ്മുടെ ഫണ്ടമെൻ്റൽ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ പറയുന്നത്? നമ്മൾ അടിസ്ഥാനം എന്ന് പറയുന്നത് സി പി തന്നെയാണ് അല്ലേ? ശ്രദ്ധിച്ചു കേട്ടോ എല്ലാവരും. എ ലോസ് ഓഫ് 10%. അങ്ങനെ ലോസ് ഓഫ് 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി ഇൻറ്റു സി പിയുടെ ലോസ് ഓഫ് 10% അല്ലേടെ. അപ്പോഴത്തേക്ക് 100ൽ നിന്ന് അങ്ങ് 10 കുറയ്ക്കണം. 90/100 ഈസ് ഈക്വൽ ടു എസ് പി. സി പി ഇൻറ്റു 90/100 ഈസ് ഈക്വൽ ടു എസ് പി. ഇതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊക്കെ എന്താ സംഭവം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. എ പ്രോഫിറ്റ് ഓഫ് 20%. എന്താ പറയുക? എ പ്രോഫിറ്റ് ഓഫ് 20%. അവിടെയും നമ്മളെ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും നമ്മളെ ബേസ് എന്ത് തന്നെയാണ്? സി പി തന്നെയാണ്. സി പി ഇൻറ്റു പ്രോഫിറ്റ് അല്ലേ 20%. അപ്പം 100ൻ്റെ കൂടെ 20 കൂട്ടണം. സി പി ഇൻറ്റു 120/100 ഈസ് ഈക്വൽ ടു എസ് പി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. എ പ്രോഫിറ്റ് ഓഫ് 7%. പറഞ്ഞോളൂ. സി പി ഇൻറ്റു പ്രോഫിറ്റ് അല്ലേ 7 അപ്പം കൂട്ടണം ഇൻറ്റു 107/100 ഈസ് ഈക്വൽ ടു എസ് പി. സി പി ഇൻറ്റു 107/100 ഈസ് ഈക്വൽ ടു എസ് പി. എ ലോസ് ഓഫ് 7%. ബേസ് എന്ത് തന്നെയാണ്? സി പി തന്നെയാണ്. സി പി ഇൻറ്റു ലോസ് ഓഫ് 7%. 100ൽ നിന്ന് 7 കുറയ്ക്കണം. 93/100 ഈസ് ഈക്വൽ ടു എസ് പി. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഒന്നുമില്ല. ലോസ് ഓഫ് 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി ഇൻറ്റു 90/100, അതായത് 10 കുറച്ച് 90 അടിച്ച് 20%. പ്രോഫിറ്റ് ഓഫ് 20% എന്ന് പറയുമ്പോൾ 20 നമ്മൾ കൂട്ടി 100 പ്ലസ് 20, 120/100 ഈസ് ഈക്വൽ ടു എസ് പി. പ്രോഫിറ്റ് ഓഫ് 7%, സി പി ഇൻറ്റു 107/100 ഈസ് ഈക്വൽ ടു എസ് പി. എ ലോസ് ഓഫ് 7%, സി പി ഇൻറ്റു 93/100 ഈസ് ഈക്വൽ ടു എസ് പി. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്കൊന്ന് പോവാം. അപ്പോൾ നിങ്ങൾക്ക് പ്രായോഗികമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് സി പി ഈസ് ഈക്വൽ ടു 50, പി പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 10%, പിന്നെ അതുപോലെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എസ് പി എത്ര? സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്ന ചോദ്യം അല്ലേ? വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒന്ന് നോക്കിക്കേ. സി പി ഈസ് ഈക്വൽ ടു 50,
പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 10%. SP ഈസ് ഈക്വൽ ടു എത്ര? ഒന്നും നോക്കണ്ട. നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി. എന്താ പറയുന്നത്? P പെർസെൻറ്റേജ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? 10 ആണ്. അതായത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10% ആണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ നേരത്തെ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പഠിച്ച സംഭവങ്ങൾ എന്തായിരുന്നു? എ പ്രോഫിറ്റ് ഓഫ് 10%. എന്താണ് ഞാൻ ഇക്വേഷൻ പറഞ്ഞു തന്നത്? CP ഇൻറ്റു എ പ്രോഫിറ്റ് ഓഫ് 10% അല്ലേ? 110/100 ഈസ് ഈക്വൽ ടു SP. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. CP എത്ര ഇവിടെ? 50. 50 ഇൻറ്റു 110/100 കണ്ടുപിടിക്കേണ്ടതല്ലേ? ഇതാണ്. നോക്കിക്കോ, വലിയ കാര്യങ്ങളൊന്നുമില്ല. 50 ഇൻറ്റു 2 100 എന്ന് പറയുന്നത്. 2 ഇൻറ്റു 55 110 എന്ന് പറയുന്നത്. ആൻസർ എന്താണ്? 55. സോ ദ SP ഈസ് ₹55. മനസ്സിലായോ എല്ലാവർക്കും? ഉറപ്പാണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്യാമല്ലോ. CP എത്രയാണ് തന്നിരിക്കുന്നത്? 80. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്ര? 30%. SP കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ഫൈൻ. ഇത് എളുപ്പമാണ് സംഭവം. ഇതൊന്നും നമുക്ക് വേണ്ട, ബാധകമല്ല. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 30%. എ പ്രോഫിറ്റ് ഓഫ് 30%. ഇക്വേഷൻ എന്താണ്? CP ഇൻറ്റു പ്രോഫിറ്റ് അല്ലേ? 100ൻ്റെ ഇവിടെ കൂട്ടണം. 130/100 ഈസ് ഈക്വൽ ടു SP അല്ലേ? CP എത്രയാണ്? 80 ഇൻറ്റു 130/100 ഈസ് ഈക്വൽ ടു SP. എളുപ്പമല്ലേ സംഭവം? 0 0 വെട്ടി 0 0 വെട്ടി 13 ഇൻറ്റു 8. 8 3s are 24. 2 8 1s are 8. 104. എത്രയാണ് വരുന്നത്? 104. SP എത്രയാണ് വരുന്നത്? 104. മനസ്സിലാവുന്നുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ, അതായത് സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്ന് ലോസ് പെർസെൻറ്റേജ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ട്, ലോസ് പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ SPയോ CPയോ. ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തരാം. തിരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ? നമ്മുടെ അടുത്ത് പറഞ്ഞേക്കെയാണ് ഫൈൻഡ് CP. ഓക്കെ. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5%. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയായിരുന്നു? 5%. ഇനി SP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 210. SP എത്രയാണ്? 210. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് CP. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുമില്ല, ഡയറക്റ്റായിട്ട് ഇതാ ഈ ഇക്വേഷൻ അങ്ങോട്ട് എഴുതുക. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു എ പ്രോഫിറ്റ് ഓഫ് 5%. ഇക്വേഷൻ എന്തുവാ? എ പ്രോഫിറ്റ് ഓഫ് 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ പ്രോഫിറ്റ് ഓഫ് 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് എന്താണ്? CP ഇൻറ്റു 105/100 ഈസ് ഈക്വൽ ടു SP അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. തന്നിരിക്കുന്നത് എന്താണ്? SP. CP ഇൻറ്റു 105/100 ഈസ് ഈക്വൽ ടു SP എത്രയാ? 210. ഒന്നുമില്ല. CP ഈസ് ഈക്വൽ ടു 210 ഇൻറ്റു 100/105 അല്ലേ? 105 ഇൻറ്റു 2 ആണ് എന്തെന്ന് പറയുന്നത്? 210 എന്ന് പറയുന്നത് അല്ലേ? 2 ഇൻറ്റു 100 200. സോ ദ ഫൈനൽ ആൻസർ ഈസ് കോസ്റ്റ് പ്രൈസ് എത്രയാണ്? ₹200. ₹200. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഈ ഒരു മെത്തഡോളജി എല്ലാവർക്കും മനസ്സിലായല്ലോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ. അപ്പം നമുക്കൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? ഞാനിതിൻ്റെ അകത്ത് നമ്മുടെ മെത്തഡോളജിയും വെച്ചിട്ട് തരാം. പിന്നെ എൻ്റെ ബ്ലോക്ക് ചെയിൻ റൂളിൻ്റെ ക്ലാസ് കഴിഞ്ഞ ആൾക്കാർക്ക് പഠിക്കാനായിട്ട് വേറൊരു മെത്തഡോളജി, സിമ്പിൾ മെത്തഡോളജി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. രണ്ടിൽ ഏതാക്ക് നിങ്ങൾക്ക് കൺവീനിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ. ഇഫ് ആൻ ആർട്ടിക്കിൾ ഈസ് സോൾഡ് ഫോർ ₹1140 അറ്റ് എ ലോസ് ഓഫ് 5%. ഓൾറെഡി ഒരു സെയിൽ നടന്ന് കഴിഞ്ഞ്. എന്താണ് ആ ആർട്ടിക്കിളിൻ്റെ സെല്ലിംഗ് പ്രൈസ്? എത്രയാണ്? 1140 രൂപയാണ്. സെയിൽ നടന്നത് ആക്ച്വലി ലോസിലാണ് നടന്നത്. ലോസ് പെർസെൻറ്റേജ് എത്രയാണ്? 5%. മനസ്സിലാവുന്നുണ്ടോ? കോമ വാട്ട് വിൽ ബി ദ സെല്ലിംഗ് പ്രൈസ് ഇഫ് ഡിസൈർഡ് പ്രോഫിറ്റ് ഓഫ് ദ ഷോപ്പ് കീപ്പർ വാസ് 5%. കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത്
ഓൾറെഡി ഒരു ട്രാൻസാക്ഷൻ നടന്നു. 5% നഷ്ടത്തിന് ഒരു കച്ചവടക്കാരൻ ഒരു സംഭവം അയാൾ വിറ്റ് തീർത്ത്. പിന്നെ അയാൾ തന്നെ ആലോചിക്കുക, അയ്യോ എനിക്കൊരു 5%, ഞാൻ 5% നഷ്ടത്തിന് വിറ്റപ്പോൾ 1140 രൂപ, എനിക്കൊരു 5% ലാഭത്തിൽ ആയിരുന്നു ഞാൻ വിറ്റിരുന്നെന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് ഞാൻ വിൽക്കണമായിരുന്നു അല്ലേ? ലോസ് ഓഫ് 5%. ആ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. ലോസ് ഓഫ് 5%ന്റെ CP ഇൻറ്റു 95 അല്ലേ ബൈ 100 ഈസ് ഈക്വൽ ടു SP അല്ലേ? ശരി. CP എന്താണ്? തന്നിട്ടുണ്ടോ? ഇല്ല, അറിയത്തില്ല. CP ഇൻറ്റു 95 ബൈ 100 ഈസ് ഈക്വൽ ടു SP എത്ര ഇവിടെ? 1140. 1140. CP ഈസ് ഈക്വൽ ടു 1140 ഇൻറ്റു 100 ബൈ 95 അല്ലേ? 95 ബൈ 5, 5 ones are 5, 9. 100 ഡിവൈഡ് ബൈ 5, 20 അല്ലേ? ഓക്കെ. കണ്ടിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് 19ഉം 114ഉം ഒക്കെ ആയിട്ട് അല്ലേ? 19 ഇൻറ്റു 9 4 വരണം അല്ലേ? 6 9s are 54, 5 9 1s 6 1 6 11. 19 ഇൻറ്റു 6 ആണ് 114 എന്ന് പറയുന്നത് കേട്ടോ. 6 9s are 54, 5 19 ഇൻറ്റു 6 ആണേ. അപ്പോൾ സ്വാഭാവികമായിട്ടും CP എന്ന് പറയുന്ന 60 ഇൻറ്റു 20 ആണ് അല്ലേ? 6 2s are 12. 1200 രൂപയാണ് എന്തെന്ന് പറയുന്നത് CP എത്രയാണ്? CP ഈസ് ഈക്വൽ ടു റുപ്പീസ് 1200. എന്താണ് നമുക്ക് കിട്ടിയ 1200 എന്ന് പറയുന്നത്? ആ വിറ്റ സാധനത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള കോസ്റ്റ് പ്രൈസ് 1200 രൂപ. പരിപാടി കഴിഞ്ഞോ? ഇല്ല. ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു, വാട്ട് വിൽ ബി ദ സെല്ലിംഗ് പ്രൈസ് ഇഫ് ദ ഡിസൈർഡ് പ്രോഫിറ്റ് ഓഫ് ദ ഷോപ്പ് കീപ്പർ വാസ് 5%. ഇഫ് ദ ഡിസൈർഡ് പ്രോഫിറ്റ് ഓഫ് ദ ഷോപ്പ് കീപ്പർ വാസ് 5%. എ പ്രോഫിറ്റ് ഓഫ് 5%. ഇക്വേഷൻ എന്താണ്? CP ഇൻറ്റു പറഞ്ഞോ 105 ബൈ 100 ഈസ് ഈക്വൽ ടു SP. CP ഇൻറ്റു 105 ബൈ 100 ഈസ് ഈക്വൽ ടു SP. CP നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കുമല്ലേ? എത്രയാണ്? 1200 ഗുണം 105 ബൈ 100 അടിച്ചാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു SP അല്ലേ? SP ഈസ് ഈക്വൽ ടു 0 0 0 0 105 ഇൻറ്റു 12 അല്ലേ? അപ്പം 105 ഇൻറ്റു 12. 105 ഇൻറ്റു 12 എത്ര വരുന്നത്? 105 ഇൻറ്റു 10 പ്ലസ് 2 അല്ലേ 12 എന്ന് പറയുന്നത്. അപ്പോൾ 105 ഇൻറ്റു 10 വരുമ്പം 1050 പ്ലസ് 105 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 210. 5 1 6 1260. എത്ര വന്നേ? 1260. സോ ദ ഫൈനൽ ആൻസർ ഈസ് 1260. ഇഫ് ആൻ ആർട്ടിക്കിൾ ഈസ് സോൾഡ് ഫോർ 1140 രൂപയ്ക്ക് 5% നഷ്ടം സെല്ലിംഗ് പ്രൈസ് ആക്കിയതിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചേ? 1200 രൂപ. 1200 രൂപ കോസ്റ്റ് പ്രൈസ് വെച്ചിട്ട് 5% ലാഭമായിരുന്നെങ്കിൽ, 5% ലാഭമായിരുന്നെന്നുണ്ടായിരുന്നെങ്കിൽ ആൻസർ എന്താ വന്നേ? അതിൻ്റെ ആ ഇക്വേഷൻ, പ്രോഫിറ്റ് ഓഫ് 5% ഇക്വേഷൻ 1260. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇനി എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറയട്ടെ. സിമ്പിൾ കോൺസെപ്റ്റ്. ഇതിന് തൊട്ട് മുന്നേ ഞാൻ ബ്ലോക്ക് ചെയിൻ റൂളിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു എൻ്റെ അല്ലേ? ബ്ലോക്ക് ചെയിൻ റൂൾ വെച്ചിട്ട് ഇതേ പരിപാടി കോൺസെപ്റ്റ് തലയ്ക്കകത്തൊരു ഇത്തിരി ആളതാമസം ഉണ്ടെന്നുണ്ടെങ്കിൽ 2 സ്റ്റെപ്പ് ഉത്തരം ചെയ്യാൻ പറ്റും. 2 സ്റ്റെപ്പ്. ആ ചെയിൻ റൂളിനകത്ത് 2 സ്റ്റെപ്പ് എഴുത്തില്ല, ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, എല്ലാവരും ഒന്ന് നോക്കിക്കേ. എല്ലാവരും ഞാൻ അതിൻ്റെ ചെയിൻ റൂൾ ഞാൻ എഴുതിയിടാം. നമ്മൾ ബ്ലോക്ക് ചെയിൻ റൂളിൽ പഠിച്ച സാധനമാണ് ഞാൻ ഇപ്പോഴും എഴുതിയിടാൻ പോകുന്നത്. എന്ത് ഈസിയാണെന്ന് നോക്കിക്കൊള്ളാം. ആക്ച്വലി ഈ മെത്തേഡ് നമുക്ക് വേണം, കാരണം എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയിൻ റൂൾ വെച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഓക്കെ, കോൺസെപ്റ്റ് അറിയാൻ വേണ്ടി ഈ കോൺസെപ്റ്റ് അറിഞ്ഞിട്ട് ഇത് ചെയിൻ റൂളിനകത്ത് ഇത് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, എല്ലാവരും ഒന്ന് നോക്കിക്കേ. എല്ലാവരും ലോസ് ഓഫ് 90 ലെറ്റ് ചെയിൻ റൂളിലെ കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് CP ബി 100. CP എത്രയാ? 100 രൂപ ആയിക്കോട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇഫ് ആൻ ആർട്ടിക്കിൾ ഈസ് സോൾഡ് ഫോർ റുപ്പീസ് 1140 അറ്റ് എ ലോസ് ഓഫ് 5%. ലോസ് അല്ലേ 5%? ലോസ് അല്ലേ 5%? CP 100 ആണെന്നുണ്ടെങ്കിൽ ലോസ് 5% വരുമ്പം SP എത്ര? 95. 95 എന്ന് പറയുന്നത്
1140 രൂപയാണ്. എന്താണ് 95 എന്ന് പറയുന്നത് 1000. ബ്ലോക്ക് ചെയിൻ റൂളിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം മനസ്സിലാവത്തുള്ളൂ കേട്ടോ. 95 എന്ന് പറയുന്നത് 1140 രൂപയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ചോദിച്ചത് എന്തുവാ, വാട്ട് വിൽ ബി ദ സെല്ലിംഗ് പ്രൈസ് ഇഫ് ദ ഡിസൈഡ് പ്രോഫിറ്റ് ഓഫ് ദ ഷോപ്പ് കീപ്പർ വാസ് CP 100 അല്ലേ. പ്രോഫിറ്റ് എത്ര വരണം? 5%. അപ്പം 100 എന്താവണം? 105 കണ്ടുപിടിച്ചാൽ പോരായോ ഉത്തരത്തിന്? 1140 ഇൻറ്റു ചെയിൻ റൂൾ പഠിച്ച ആൾക്കാർക്കറിയാം, ഇൻറ്റു ഇവിടുത്തെ വലിയ നമ്പറാണ് വരണ്ടേ, അതുകൊണ്ട് വലിയ ന്യൂമറേറ്റർ എഴുതുക. 105/95 അല്ലേ. ശരി, 95/5, 5 1s are 5, 9. 105/5, 5 2s are 10, 5 1, 19 21 അല്ലേ. ശരി, പിന്നെ 1140 ഇൻറ്റു 21/90 90. അങ്ങനെ വന്നപ്പോഴത്തേക്ക് 19ഉം 114ഉം അല്ലേ. 19 ഇൻറ്റു നേരത്തെ അവിടെ 114 കണ്ടുപിടിച്ചായിരുന്നല്ലോ അല്ലേ. 6 അങ്ങോട്ടല്ലായിരുന്നോ? 19 ഇൻറ്റു 6 9s are 54, 5. 19 ഇൻറ്റു 5 അവിടെ ഉണ്ട്, അതാണ് കറക്റ്റ് തന്നെ. 19 ഇൻറ്റു 5 50 ഇൻറ്റു 19 ഇൻറ്റു 6 സോറി 19 ഇൻറ്റു 6 ആണേ. 19 ഇൻറ്റു 6 അല്ലേ 114. 60 ഇൻറ്റു 21 റൈറ്റ്. 60 ഇൻറ്റു 21 ആണ് കിട്ടിയ ആൻസർ. 60 ഇൻറ്റു 21, അതായത് 21 ഇൻറ്റു 6, 6 1s are 6, 6 2s are 12, 1260. ഡയറക്റ്റായിട്ട് ആൻസർ കിട്ടിയുണ്ടോ? ഡയറക്റ്റായിട്ട് ഞാനൊന്നും എടുത്തില്ല. ലെറ്റ് CPB 100, കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 100 ആയിട്ട് എടുത്തു. ലോസ് ഓഫ് 5% എന്ന് പറയുമ്പോഴത്തേക്ക് 100 രൂപയ്ക്ക് മേടിച്ച സാധനം 95-ന് വിറ്റ്. 95 എന്ന് പറയുന്നത് 1140. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100 രൂപ CP നിൽക്കുമല്ലേ. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? 5%. നമ്മൾ 105 കണ്ടുപിടിക്കേണ്ടത്. 105 എത്ര? അപ്പോൾ 1140 ഇൻറ്റു വലിയ നമ്പർ 105/95 കട്ട് ചെയ്ത് വരുമ്പം 1260. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. എ മാൻ ബൈസ് 11 pen for ₹10 ആൻഡ് സെൽസ് 10 pen for ₹11. ഫൈൻഡ് എ പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ 11 പേന 10 രൂപയ്ക്ക് വാങ്ങി. 11 പേന 10 രൂപയ്ക്ക് വാങ്ങി. വിറ്റതോ 10 പേന 11 രൂപയ്ക്ക് വിറ്റ്. 10 പേന 11 രൂപയ്ക്ക് വിറ്റ്. ഫൈൻഡ് എ പ്രോഫിറ്റ് ഓർ ലോസ്. സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഉടനെ അങ്ങ് വിചാരിക്കണം, 11 പേന 10 രൂപയ്ക്ക് വിറ്റ്, അയ്യോ 10 പേനയല്ലേ വിറ്റോള്. അങ്ങനല്ല പരിപാടി. ഓക്കെ, 10 പേന 11 രൂപയ്ക്ക് വിറ്റെങ്കിലും അയാളെ കയ്യിൽ ഒരു പേന ഉണ്ട്, ഒരു പേന. ആ പേനയും കൂടെ വിൽക്കുന്നത് വെച്ചിട്ടായിരിക്കും നമ്മൾ എങ്ങനെ നോക്കുന്നത്? പ്രോഫിറ്റും ലോസും ഒക്കെ നമ്മൾ നോക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കൂടുതൽ ഞാൻ പറഞ്ഞ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, അതിൻ്റെ മെത്തഡോളജി വെച്ചിട്ട് നിങ്ങളങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, ഫൈൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് ആയിരുന്നു കേട്ടോ. ഫൈൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു അപ്പർ വെർഷൻ ഉണ്ട്. ഇതിപ്പോൾ 11ഉം 10ഉം 10ഉം 11ഉം ആകുമ്പോൾ നമുക്കറിയാം കൃത്യമായിട്ട് എന്താണ് പ്രോഫിറ്റ് തന്നെയാണ് വരുന്നത്. കാരണം ഒരു പേന അഡീഷണൽ നിൽക്കുമല്ലേ കയ്യിൽ, അതും വിറ്റ് കഴിയുമ്പോൾ ലാഭമല്ലേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കൂടുതൽ ടെൻഷൻ അടിക്കാൻ നിൽക്കേണ്ട. ഞാൻ ഈ പറയുന്ന ഒരു മെത്തഡോളജിക്കകത്ത് നിങ്ങളങ്ങ് ചെയ്തു പോയാൽ മതി. ഓക്കെ, ശരി. അപ്പോൾ ഇങ്ങനൊരു സ്റ്റെപ്പ് അങ്ങ് എഴുതുക. നമ്പർ ഓഫ് പെന്ന്, ഇവിടെ റുപ്പീസ്. നമ്പർ ഓഫ് പെന്ന് റുപ്പീസ്. നമുക്ക് അറിയാമല്ലോ CP വാങ്ങിച്ചത് എത്ര പേന വാങ്ങിച്ചായിരുന്നു? 11 പേന 10 രൂപയ്ക്ക് വാങ്ങി അല്ലേ. 11 പേന 10 രൂപയ്ക്ക് വാങ്ങി. വിറ്റതോ 10 പേന 11 രൂപയ്ക്ക് വിറ്റ്. 10 പേന 11 രൂപയ്ക്ക് വിറ്റ്. ഇങ്ങനത്തെ ഒരു ഫോർമാറ്റ് നിങ്ങൾ എഴുതുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ, ഉറപ്പല്ലേ? ശരി, ഞാൻ ഒന്നും എഴുതിയില്ല. നമ്പർ ഓഫ് പെൻ എഴുതി, റുപ്പീസ് എഴുതി. നമ്പർ ഓഫ് പെന്നിൻ്റെ താഴെ 11 പേന 10 രൂപയ്ക്ക് വാങ്ങി, 10 പേന 11 രൂപയ്ക്ക് വിറ്റ് അല്ലേ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 രീതിയിൽ ലെങ്തിൽ ഇതാ ഇങ്ങനെ അങ്ങ് വരയ്ക്കണം. ഇതിങ്ങനെ ഒരെണ്ണം, ഇതിങ്ങനെ അടുത്തത്, അങ്ങനെ ജസ്റ്റ് ക്രോസ് ആയിട്ട് 2 വര വരയ്ക്കുക. എല്ലാവരും ഒന്ന് നോക്കിക്കേ. നമ്മൾ ഈ വരച്ച വരയുടെ ഇല്ലേ എൻഡ് എവിടെയാണെന്ന് നോക്കണം. ഇതാ ഈ വരച്ച വരയുടെ എൻഡ് ഇവിടെ അല്ലേ വന്ന് നിൽക്കുന്നേ. 2 ക്രോസ് വരച്ച എൻ്റെ അകത്ത്. ഇത്
10 ഇൻറ്റു 10 അടിക്കണം. എന്തുവാ 10 ഇൻറ്റു 10 എത്രയാ 100. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുവാ വരുന്നത് 11 ഇൻറ്റു 11 121. എന്താണ് 11 ഇൻറ്റു 11 121. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? എടാ ഇത് ഭയങ്കര എളുപ്പമാണ് സംഭവം, വലിയ കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിയേ. ഡയറക്റ്റായിട്ട് ശരിക്കും നമുക്ക് ഈ ക്വസ്റ്റ്യൻ പ്രകാരം CP എത്രയാ 100, SP എത്രയാ 121. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് എന്തായാലും SP അല്ലേ കൂടുതൽ, CP യെക്കാളും കൂടുതലല്ലേ SP. അപ്പം പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്നാ, അപ്പോൾ പ്രോഫിറ്റ് എന്നാ വരുന്നത്? ഡയറക്റ്റായിട്ട് നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമുക്ക് കൂട്ടാം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100. എന്തുവാടെ പ്രോഫിറ്റ്? എന്തുവാ ഇവിടെ പ്രോഫിറ്റ് വന്നിട്ട് 121 മൈനസ് 100 ബൈ CP എന്തുവാ 100 ഇൻറ്റു 100 അല്ലേ? 121 മൈനസ് 100 21 ബൈ 100 ഇൻറ്റു 100. 100 വെട്ടി ഫൈനൽ ആൻസർ 21%. ഇതിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്ര വരുന്നത്? 21%. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പം പിന്നെ കുറച്ചും കൂടെ ഒന്ന് ക്ലാരിറ്റി ആയിക്കോളും. ഓക്കെ, അടുത്തത് അതേ ക്വസ്റ്റ്യൻ്റെ വേറൊരു പാറ്റേൺ തന്നെയാണ് ഇപ്പം വന്നേക്കുന്നത്. ഓക്കെ, സിമ്പിൾ സംഭവമാണ്, വലിയ കാര്യങ്ങളൊന്നുമില്ല, പഴയ പരിപാടി തന്നെയാണ്. എ മാൻ ബൈസ് 12 മാംഗോസ് ഫോർ ₹10 ആൻഡ് സെൽസ് 10 മാംഗോസ് ഫോർ ₹12. ഭയങ്കര എളുപ്പമല്ലേ? വലിയ കാര്യങ്ങൾ വല്ലതും ഉണ്ടോ ഇതിൻ്റെ അകത്ത്? ഓക്കെ, നമുക്ക് സാധാരണ രീതിയിൽ പറഞ്ഞെടുക്കാം. നമ്പർ ഓഫ് മാംഗോസ് അല്ലേ, പിന്നെ റുപ്പീസ്. CP SP. CP എന്ന് പറഞ്ഞേ എ മാൻ ബൈസ് പറഞ്ഞേടെ 12 മാംഗോസ് ഫോർ ₹10 ആൻഡ് സെൽസ് 10 മാംഗോസ് ഫോർ ₹12 അല്ലേ? സെയിം പരിപാടി തന്നെ അല്ലേ? ഓക്കെ, എന്തായാലും പ്രോഫിറ്റാണ്, കാരണം 10 മാംഗോ അല്ലേ വിറ്റോളൂ, ബാക്കി 2 മാംഗോ അഡീഷണൽ ഇരിക്കുമല്ലേ. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. പഴയ പരിപാടി, ഇങ്ങോട്ട് വര വരയ്ക്കുക, ഇങ്ങോട്ട് വര വരയ്ക്കുക. 10 10s are 100, 12 12s are 144 അല്ലേ? ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ആൻസർ എത്ര വരുന്നത് എന്നുള്ള കാര്യം. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിനേക്കാളും കൂടുതലാണ്. അപ്പം പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു SP മൈനസ് CP ബൈ CP ഇൻറ്റു 100. SP മൈനസ് CP എത്ര? 144 മൈനസ് 100 44 ബൈ 100 ഇൻറ്റു 100 44%. എത്ര വരുന്നത്? 44%. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? കോൺസെപ്റ്റ് കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്യാം. ഇത് വളരെ എളുപ്പമായിട്ടുള്ളൊരു സംഭവമാണ്, അതല്ലാതെ നമ്മൾ ടെൻഷൻ അടിക്കത്തക്ക വലിയ കണക്കുകളൊന്നും വരുന്നില്ലടേ ഇതിൻ്റെ അകത്ത് കേട്ടോ. ശരി, എ പേഴ്സൺ ബൈസ് 8 oranges at ₹15 and sells them at 10 for ₹18. What is the gain or loss percentage? What is the gain or loss percentage? കണ്ടോ, ഇതാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ വിചാരിക്കരുത്, എന്താ അയ്യോ 8 ഓറഞ്ച് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് എങ്ങനെ 10 വിറ്റ്, അങ്ങനൊന്നും അല്ല കോൺസെപ്റ്റ്. വാങ്ങിച്ചതിൻ്റെ റേറ്റാണ് പറഞ്ഞേക്കുന്നത്. ചിലപ്പോൾ അയാൾ അതിൽ കൂടുതൽ അയാൾ മേടിച്ചിട്ടുണ്ടാവും, മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അയാൾ മേടിച്ച വിലയെന്ന് പറയുന്ന 8 ഓറഞ്ചിന് 15. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കറിയാമല്ലോ 8 മറ്റേ 16 ഓറഞ്ചിന് 30 ആയിരിക്കും. ആ ഒരു കോൺസെപ്റ്റ് അങ്ങ് അടിച്ചാൽ മതി, വലിയ കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ പഴയ മെത്തഡോളജി തന്നെ, ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പഴയ നമ്മൾ കണ്ട 2 ക്വസ്റ്റ്യൻ്റെ അകത്തും നമുക്ക് എന്ത് പറയാൻ പറ്റുമായിരുന്നു? ഓക്കെ ശരിയാ, സംഭവം കറക്റ്റാണ്. പഴയ ക്വസ്റ്റ്യനെ നമുക്ക് പറയാൻ പറ്റും, അത് പ്രോഫിറ്റ് ആയിരുന്നോ ലോസ് ആയിരുന്നോ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോഴത്തേക്ക് അറിയാമായിരുന്നു അല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റത്തില്ല. അതെന്താ കാരണം? വേറൊന്നുമല്ല, 8 ഓറഞ്ച് 15, അയ്യോ 10 18, ലാഭമാണോ നഷ്ടമാണോ പെട്ടെന്ന് നമുക്ക് പിടികിട്ടത്തില്ല. പക്ഷേ യു ഡോണ്ട് ഹാവ് ടു ബി ടെൻസ്ഡ്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. സിമ്പിൾ കോൺസെപ്റ്റ്, പഴയ പരിപാടിയും എടുത്താൽ മതി. പറഞ്ഞേ, നമ്പർ ഓഫ് ഓറഞ്ച് അല്ലേടെ റുപ്പീസ്, നമ്പർ ഓഫ് ഓറഞ്ചും റുപ്പീസും. ഏറ്റവും ആദ്യം 8 ഓറഞ്ച് CP എഴുതുക, SP എഴുതുക. അയാൾ വാങ്ങിയത് 8 ഓറഞ്ച് 15 രൂപയ്ക്ക്, 8 ഓറഞ്ച് 15 രൂപയ്ക്ക്. വിറ്റത് 10 ഓറഞ്ച് 18 രൂപയ്ക്ക്, 10 ഓറഞ്ച് 18 രൂപയ്ക്ക്. ഒന്നുമില്ല, പഴയ പരിപാടി. ഇതാ
രണ്ട് ക്രോസ് അങ്ങോട്ട് അടിക്കുക. 15 × 10 150. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്തായി? 150. സെല്ലിംഗ് പ്രൈസ് 18 × 8. 8 8s are 64. 6 8 1s are 8 + 6 14. 144. 144. എന്ത് മനസ്സിലായി? കോസ്റ്റ് പ്രൈസ് 150, സെല്ലിംഗ് പ്രൈസ് 144. കോസ്റ്റ് പ്രൈസിനേക്കാൾ താന്നില്ലേ? താഴുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നത് ലോസ് അല്ലേ? ലോസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ലോസ് ബൈ CP × 100. 150 ൽ നിന്ന് 144 കുറഞ്ഞ 6 ബൈ CP എത്രയാ? 150 × 100. മനസ്സിലാവുന്നുണ്ടോ അവിടെ? ഓക്കെ. 0 0 ഡിവൈഡ് ബൈ 5 3 ഡിവൈഡ് ബൈ 5 2 3 2s are 6. ദാറ്റ് ഈസ് ഈക്വൽ ടു 4%. 4 ആൻസർ 4% ലോസ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 4% ലോസ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? എന്തെങ്കിലും സംശയമുണ്ടോ? ഫുള്ള് ക്ലിയർ ആവുന്നുണ്ടോ സംഭവം? ഓക്കെ ആണോ? ശരി. അപ്പം ഇതാണ് നമ്മളെ ഇത്ര ഓറഞ്ച് ഇത്ര രൂപയ്ക്ക് വാങ്ങി എന്നിട്ട് ഇത്ര എണ്ണം വിറ്റു എന്ന് പറയാം. നിങ്ങളല്ലാതെ ഇപ്പോഴും ഞാൻ പറയാണ്, ഒരിക്കലും ഇങ്ങനെ ആലോചിക്കരുത്. അയ്യോ 8 ഓറഞ്ച് അല്ലേ 15 രൂപയ്ക്ക് മേടിച്ചേ, അയ്യോ അങ്ങനെയാണെങ്കിൽ എങ്ങനെ 10 എണ്ണം വിൽക്കുന്നേ? എപ്പോഴും ആലോചിക്കുക, റേറ്റേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. 8 ഓറഞ്ച് 15 രൂപയ്ക്കെന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ എന്തിരിപ്പുണ്ട്? 16 ഓറഞ്ച് ചിലപ്പം കാണുമായിരിക്കും, ചിലപ്പോൾ 24 ഓറഞ്ച് കാണുമായിരിക്കും. 15ൻ്റെ മൾട്ടിപ്പിൾ വെച്ച് പോവും. ഇവിടെ മൾട്ടിപ്പിൾ എത്ര വട്ടം പോകുന്നോ അതിൻ്റെ മൾട്ടിപ്പിൾ വെച്ചിട്ട് ആ ഒരു കോമൺ സെൻസോട് കൂടിയ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാവുള്ളൂ. ഓക്കെ. അപ്പം ഈ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ. അടുത്തൊരു മോഡൽ കൂടെ നമുക്ക് നോക്കാം. എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത്? എല്ലാവരും ബേസ് കോൺസെപ്റ്റ് നല്ല ക്ലാരിറ്റി ആയിട്ട് തന്നെ പഠിക്കുക, മനസ്സിലാക്കുക. ഓക്കെ. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ. എന്താണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? കൃത്യമായിട്ട് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 21 ആർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് 18 ആർട്ടിക്കിൾ. ഫൈൻഡ് ദ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ്. എന്താണ് പറയുന്നത്? ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 21 ആർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് 18 ആർട്ടിക്കിൾസ്. ഇതല്ലേ പറഞ്ഞേക്കുന്നത്? ഓക്കെ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പേ എന്തായിരുന്നു? ഈ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പേ നമുക്കൊരു കൊച്ചൊരു കോൺസെപ്റ്റ് ഒന്ന് പഠിക്കാനുണ്ട്. ഒരു ചെറിയ കോൺസെപ്റ്റ്, വലിയ കാര്യങ്ങളില്ല, ചെറിയൊരു കോൺസെപ്റ്റ്. ശ്രദ്ധിച്ചോ? ഈ ക്വസ്റ്റ്യനിലോട്ടൊന്നും ഞാൻ കയറുന്നില്ല, ഈ ക്വസ്റ്റ്യനിലോട്ടേ ഞാൻ കയറുന്നില്ല. ജസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രോഫിറ്റിൻ്റെ ഒരു ലോസിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാൻ പോവുക. ഒരു പ്രോഫിറ്റ്, അത് ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞാൽ മറ്റത് പക്ക ക്ലാരിറ്റി ആവും. ഓക്കെ. എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ ഒരു എന്താ പറയുക, കുറച്ചും കൂടെ ഒന്ന് ഇൻഡെപ്തായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കേസ് എടുക്കാം. CP എന്ന് പറയുന്നത് 10. CP എത്ര? 10. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 15. സെല്ലിംഗ് പ്രൈസ് എത്ര? 15. CP 10 സെല്ലിംഗ് പ്രൈസ് 15 ആണേ. അപ്പം എന്ത് കേസാണ് വരുന്നത്? പ്രോഫിറ്റിൻ്റെ കേസല്ലേ വരുന്നത്. അവിടെ പ്രോഫിറ്റ് എത്ര വരുന്നത്? സെല്ലിംഗ് പ്രൈസ് കൂടുതലായതുകൊണ്ട് 15 - 10. പ്രോഫിറ്റ് എത്ര? 5 അല്ലേ? ഇനി വേറൊരു കേസ്. CP 10, സെല്ലിംഗ് പ്രൈസ് 9. സെല്ലിംഗ് പ്രൈസ് 9. സ്വാഭാവികമായിട്ടും CPയെക്കാളും താഴെയാണ് സെല്ലിംഗ് പ്രൈസ് വന്നത് അല്ലേ? അപ്പം അത് എന്താ അവിടെ ഉണ്ടാവുന്നത്? ലോസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ലോസ് എത്ര വരുന്നത്? 10 - 9 1. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് പുതിയൊരു കോൺസെപ്റ്റാണ്, പുതിയ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്. ഏതെങ്കിലും ഒരു പ്രോഫിറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും ദെയർ SP by CP will be always greater than 1. എന്താണ്? പ്രോഫിറ്റിൻ്റെ കേസുള്ള ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞേ? സെല്ലിംഗ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ്, അതായത് സെല്ലിംഗ് പ്രൈസ് ഈസ് ടു കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ എന്ന് പറയുന്ന ഇറ്റ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. മനസ്സിലാവുന്നുണ്ടോ? ഇത് എന്തിനാണ് ഞാൻ ഈ പറയുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ശരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ലോസിൻ്റെ കേസിലോ നേരെ തിരിച്ചായിരിക്കും. സി പി എത്രയാണ് ഇവിടെ? 10. എസ് പി എത്രയാണ്? 9. ലോസിൻ്റെ കേസ് വന്നു കഴിഞ്ഞാൽ എസ് പി ബൈ സി പി വിൽ ബി ഓൾവേസ് ലെസ് ദാൻ 1. എസ് പി ബൈ സി പി വിൽ ബി ഓൾവേസ് ലെസ് ദാൻ 1. ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഈ പ്രോഫിറ്റിൻ്റെ കേസിൻ്റെ അകത്ത് സെല്ലിംഗ് പ്രൈസ് എത്ര? 15 അല്ലേ ഇവിടെ? 15. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 10. 15/10 എത്ര ആൻസർ വരുന്നത്? 1.5. ആക്ച്വലി 1.5 ഇസ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ? ഏത് പ്രോഫിറ്റിൻ്റെ കേസ് എടുത്ത് നോക്കിയാലും സെല്ലിംഗ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, ശരി. ഇനി ഈ ഒരു കേസ് എടുത്ത് നോക്കാം. ഈ കേസിൽ സെല്ലിംഗ് പ്രൈസ് എത്രയാ? 9 ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാ? 10. 9/10 എത്രയാണ് 9/10 വരുന്നത്? 0.9 അല്ലേ? ഇറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. ഇറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ. ഞാൻ എന്തിനാണ് ഈ ഒരു കേസ് സ്റ്റഡി പറഞ്ഞേക്കുന്നതെന്നുള്ള കാര്യം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഞാൻ എന്താണ് ഈ ഒരു കോൺസെപ്റ്റോടുകൂടി പറഞ്ഞത്? ഒരു പ്രോഫിറ്റിൻ്റെ കേസിൽ സെല്ലിംഗ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1ഉം ലോസിൻ്റെ കേസിൽ സെല്ലിംഗ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് വിൽ ബി ഓൾവേസ് ലെസ് ദാൻ 1 എന്നാണ് പറഞ്ഞല്ലേ? ശരി. എന്തായിരുന്നു? പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഓൾ ഗ്രേറ്റർ ദാൻ 1ഉം പിന്നെ ലോസ് ആണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് വിൽ ബി ലെസ് ദാൻ 1 ആയിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി അവിടെ നിൽക്കട്ടെ. The cost price of 21 articles is equal to selling price of 18 article. Cost price of 21 articles is equal to selling price of 18 article. ഇങ്ങനത്തെ ഒരു ഫൈൻഡ് ദ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ്. സ്വാഭാവികം, നല്ല നിലവാരമുള്ളൊരു ചോദ്യമാണിത് കേട്ടോ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. കോസ്റ്റ് പ്രൈസ് ഓഫ് 21 ആർട്ടിക്കിൾസ് അല്ലേ സെല്ലിംഗ് പ്രൈസ് ഓഫ് 18 ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാമല്ലോ. 21 സി പി കോസ്റ്റ് പ്രൈസ് ഓഫ് 21 ആർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് 18 ആർട്ടിക്കിൾ 18 എസ് പി. ഇങ്ങനെ എഴുതാമല്ലോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. ദെൻ നടുക്കൊരു ഇൻറ്റു ഇട്ട് കൊടുക്കുക. 21 ഇൻറ്റു സി പി ഈസ് ഈക്വൽ ടു 18 ഇൻറ്റു എസ് പി. ഇതിൽ നിന്ന് എസ് പി ബൈ സി പി കണ്ടുപിടിക്കണം. ഏറ്റവും ആദ്യം ഈ ഇക്വേഷനിൽ നിന്ന് എസ് പി ഇവിടെ ഒറ്റയ്ക്കല്ലേ ഇട്ടേക്കുന്നത്? എസ് പി ബൈ സി പി ഈസ് ഈക്വൽ ടു എസ് പി ഇൻറ്റു എത്രയാ? 18 അല്ലേ? എസ് പി ഇൻറ്റു 18 സി പി ഇൻറ്റു 21. എടേ 21 എഴുതിയ മെത്തഡോളജി മനസ്സിലായോ? 21 ഇൻറ്റു സി പി ഈസ് ഈക്വൽ ടു 18 ഇൻറ്റു എസ് പി. ദെൻ എസ് പി ബൈ സി പി ഫോർമാറ്റിലോട്ട് ആക്കണം. 21/18. എന്തിനാണ് ഞാൻ ഈ എസ് പി ബൈ സി പി ഫോർമാറ്റിലോട്ട് ആക്കിയത്? ക്രോസ് മൾട്ടിപ്ലൈ കറക്റ്റ് അല്ലേ? എസ് പി ഇൻറ്റു 18ഉം സി പി ഇൻറ്റു 20 കറക്റ്റാണ്. എസ് പി ബൈ സി പി ഈസ് ഈക്വൽ ടു 21/18. എടേ 21/18 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ എടേ? അല്ലേ? നേരത്തെ നമ്മളൊരു കോൺസെപ്റ്റ് പഠിച്ചത് ഓർമ്മയുണ്ടോ? പ്രോഫിറ്റ് എസ് പി ബൈ സി പി ഗ്രേറ്റർ ദാൻ 1 എന്ന് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആണെന്നുള്ളതെല്ലാം പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പോൾ ഒരു കാര്യത്തിൽ തീരുമാനമായി. നമുക്ക് എന്തുവാ വരുന്നത്? പ്രോഫിറ്റാണ് വരുന്നത്. പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? പ്രോഫിറ്റ് പെർസെൻറ്റേജാണ് കണ്ടുപിടിക്കേണ്ടത്, ലോസ് പെർസെൻറ്റേജ് അല്ല. ഫൈൻഡ് പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യനിൽ ഫൈൻഡ് പ്രോഫിറ്റോ ലോസ് പെർസെൻറ്റേജ് തരത്തുള്ളൂ കേട്ടോ. ശരി, ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ എല്ലാവരും ഒന്ന് പറഞ്ഞേ. പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ എസ് പി മൈനസ് സി പി. സ്വാഭാവികമായിട്ടും എസ് പി മൈനസ് സി പി എന്തോ പ്രോഫിറ്റ് അല്ലേ? അതായത് പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100 അല്ലേടെ? അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു സ്പ്ലിറ്റ് ചെയ്തേ എസ് പി ബൈ സി പി മൈനസ് സി പി ബൈ സി പി അല്ലേ? ദാ എസ് പി മൈനസ് സി പി ബൈ സി പി ഇൻഡിവിജ്വാലിറ്റി സ്പ്ലിറ്റ് ചെയ്ത് എസ് പി ബൈ സി പി മൈനസ് സി പി ബൈ സി പി ഇൻറ്റു 100 അല്ലേ? എടേ എസ് പി ബൈ സി പിയുടെ വാല്യൂ അല്ലേ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്? 21/18. 21/18 മൈനസ് സി പി ബൈ സി പി 1 അല്ലേടെ? 1 ഇൻറ്റു 100 അല്ലേ? ഡിവൈഡ് ബൈ 3 7. ഡിവൈഡ് ബൈ 3 6. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എന്ന് പറയുന്നത് 7/6 മൈനസ് 1 ഇൻറ്റു 100 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ സി എടുക്കുക 6 7 മൈനസ് 6 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു
1/6 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 100/6 അല്ലേ? 6 4 0 6 6 ആർ 36 4 അതായത് 16 4/6 അല്ലേ? ഡിവൈഡ് ബൈ 2 2 ഡിവൈഡ് ബൈ 2 3 16 2/3% ദാറ്റ് ഈസ് ഈക്വൽ ടു 16 2/3% പ്രോഫിറ്റ്. ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 16 2/3% പ്രോഫിറ്റ്. 16 2/3% പ്രോഫിറ്റ്. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? എന്തെങ്കിലും സംശയമുണ്ടോ? ഒന്നുമില്ല. നമ്മളിതാ ഇതൊരു നല്ല മോഡൽ ക്വസ്റ്റ്യൻ ആണ്. കോസ്റ്റ് പ്രൈസ് ഓഫ് 21 ആർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് 18 ആർട്ടിക്കിൾസ് ഫൈൻഡ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓർ ലോസ് പെർസെൻറ്റേജ്. ആദ്യം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള കാര്യം ആദ്യം അറിയണമല്ലോ. അതിനാണ് ഞാൻ നേരത്തെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു തന്നില്ലായിരുന്നോ? SP/CP എടുക്കുന്നത്. ഒരു പ്രോഫിറ്റിൻ്റെ കേസിൽ SP/CP എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. ലോസ് എന്ന് പറഞ്ഞാൽ SP/CP ലെസ് ദാൻ 1 ആയിരിക്കണം. 21 ഇൻറ്റു CP ഈസ് ഈക്വൽ ടു 18 ഇൻറ്റു SP. അതിൽ നമുക്ക് എന്തെടുക്കാം? SP/CPയുടെ റേഷ്യോ എടുക്കാം. SP/CP ഈസ് ഈക്വൽ ടു 21/18 എന്ന് വരും. മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞ് നൈസായിട്ട് എഴുതി വരിക പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു SP - CP/CP ഇൻറ്റു 100. അങ്ങനെ ചെയ്ത് വരിക. അതിൽ നിന്ന് നമുക്ക് ഈ ഫോമാറ്റിൽ എഴുതാൻ പറ്റും. SP/CP - 1 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 7/6 - 1 ഇൻറ്റു SP/CP നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കില്ലേ 21/18. ജസ്റ്റ് ഇട്ട് കൊടുക്കുക, ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക, ഡയറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ കിട്ടും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ.